നാരായണ മേനോനും അക്കാലത്ത് ദിവാൻ പേഷ്കർ ആയിരുന്ന രഘുനാഥ റാവുവും സ്വാമിജിയും തിരുവനന്തപുരത്ത് വെച്ച് കൂടിക്കാഴ്ച ഉണ്ടായി. നാരായണ മേനോൻ എന്തോ സംഗതിവശാൽ നേരത്തെ പോകേണ്ടതായി വന്നു. അദ്ദേഹം ദിവാൻ പേഷ്കറുടെ അടുത്ത് ചെന്ന് പാശ്ചാത്യ രീതിയിൽ സലാം പറഞ്ഞ് പിരിഞ്ഞപ്പോൾ പ്രാചീന ബ്രാഹ്മണ സമ്പ്രദായത്തിൽ അദ്ദേഹത്തെ ഇടത്തുകൈ അല്പം പൊക്കി അനുവാദം കൊടുക്കുകയാണ് ചെയ്തത്. ശൂദ്രന്മാരെ ബ്രാഹ്മണർ അഭിവാദ്യം ചെയ്യുന്ന രീതിയായിരുന്നു അത്. സ്വാമിജി ഇത് ശ്രദ്ധിച്ചു. പേഷ്കർക്കും പോകാനുള്ള സമയമായി. അദ്ദേഹം സ്വാമിയുടെ അടുത്ത് വന്ന് യാത്ര പറയുവാൻ പുറപ്പെട്ടപ്പോൾ സ്വാമിജി വെറും നാരായണ എന്ന് മാത്രം പറഞ്ഞു മിണ്ടാതെയിരുന്നു. ഇത് ദിവാൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതറിഞ്ഞ ഉടനെ സ്വാമിജി ഗൗരവത്തിൽ പറഞ്ഞു, മിസ്റ്റർ നാരായണ മേനോൻ നിങ്ങളോട് യാത്ര പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പ്രദായ പ്രകാരമുള്ള ആചരണമേ പാടുള്ളൂവെങ്കിൽ എന്നോട് യാത്ര പറയുമ്പോൾ ഞാൻ എൻ്റെ സമ്പ്രദായ പ്രകാരമുള്ള ആചരണം ചെയ്താൽ പോരെന്ന് പറയുവാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? സ്വാമിജിയുടെ മനോധൈര്യത്തെയും സൂക്ഷ്മദർശിത്വത്തെയും സ്വഭാവവിശേഷത്തെയും പ്രകാശിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു അത്.